നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാലത്തെ കേശ സംരക്ഷണം എങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് നോക്കാം. മഴക്കാലം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാലമാണ്. മഴ കാണാം, തണുപ്പുണ്ടാവും, അതൊക്കെ ശരി തന്നെ. പക്ഷേ മുടികൊഴിച്ചിൽ സാധാരണത്തേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മുടി നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള മുടികൊഴിച്ചിൽ നമുക്ക് തടയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. മുടിയിൽ മഴ കൊള്ളുന്നത് വഴി മുടിയിൽ പൂപ്പൽ വരികയും മുടിക്കായ എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഈർപ്പമുള്ള മുടി കെട്ടിവെക്കുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും അങ്ങനെ വരുന്നത്. പിന്നെ അതുകൂടാതെ എണ്ണ തേച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പോവാതെ ഈർപ്പം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ ഭക്ഷണത്തിലുള്ള കുറവ് കൊണ്ടും പിന്നെ മുടിയുടെ ടെക്സ്ചറിലൊക്കെ വ്യതിയാനങ്ങൾ വരാം. മഴക്കാലത്ത് എന്നുള്ള ഈ ഒരു കാലം നമുക്ക് കിട്ടിയ അവസ്ഥയിൽ എന്ത് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എണ്ണ തേച്ചുള്ള കുളി തന്നെ. ഇപ്പം നമ്മൾ വേനൽക്കാലത്തെയും അതുപോലെ മറ്റുള്ള കാലഘട്ട 4 കാലങ്ങളിലെ ബാക്കി 3 കാലങ്ങളെ അപേക്ഷിച്ച് എണ്ണ തേച്ചാലും ജലദോഷം കുറവുള്ള കാലമാണ് യഥാർത്ഥത്തിൽ മഴക്കാലം. പക്ഷെ ഇത് പലപ്പോഴും നമുക്ക് ആ ഒരു സുഖം അനുഭവിക്കാൻ പറ്റാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മുടിയിൽ അഴുക്ക് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് യുക്തമായിട്ടുള്ള താളികൾ ഉപയോഗിച്ച് മുടിയിൽ അഴുക്ക് കളയലാണ്. ഇങ്ങനെ അഴുക്ക് കളയുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, മഴക്കാലത്തെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ചെടി നമ്മളെല്ലാ ഭാഗത്തും കിട്ടുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലും കേരളത്തിലൊക്കെ നന്നായിട്ട് വളരുന്ന സാധനമാണ്. നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ കിട്ടും. അപ്പം ഇതിൻ്റെ ഇല എടുത്ത് അരച്ചിട്ട് തലയിൽ തേച്ച് അഴുക്ക് കളയുക. അഴുക്ക് കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം നെറുകിൽ തിരുമുന്ന പൊടികൾ ഉപയോഗിക്കണം. അതിൽ മുന്നിൽ നിൽക്കുന്നത് രാസനാദി ചൂർണം തന്നെയാണ്. രാസനാദി ചൂർണം എന്ന് പറഞ്ഞാൽ ആയുർവേദ കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് നെറുകിലിട്ട് കഴിഞ്ഞാൽ ജലദോഷം വരുന്ന ആ ഒരു ഇഷ്യൂ വളരെ നന്നായിട്ട് കുറയും. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരം ഇലകൾ അരച്ച് തേക്കുന്ന രീതിയുണ്ട്. അതിൽ നമുക്ക് ഇലകളിങ്ങനെ അരച്ച് തേക്കുമ്പോൾ പലതരം പിന്നെ കോൾഡും അതുപോലെ ആസ്മ ഇത്തരം രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം ഇലകൾ സെലക്ട് ചെയ്യാൻ. അതിന് ഏറ്റവും നല്ലത് ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുന്നതാണ്. എന്നാലും കോൾഡ് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലയുള്ളത് ആടലോടകത്തിൻ്റെ ഇലയാണ്. ആടലോടകത്തിൻ്റെ ഇല എടുത്ത് അരച്ചിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുന്നത് മഴക്കാലത്തുള്ള പൂപ്പലുകളൊക്കെ തലയിൽ നിന്ന് പോകാനും അതുപോലെ മുടി വളർച്ചയ്ക്കും അതുപോലെ കോൾഡ് ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് കോൾഡ് വരാതെ പിന്നെ തന്നെ മുടിയുടെ സംരക്ഷണത്തിനും പറ്റിയൊരു സാധനമാണ്. അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കറ്റാർവാഴ പോലുള്ള സാധനങ്ങൾ പച്ചയ്ക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും പല ആളുകളിലും ചെറിയ ചെറിയ കുരുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അലോവേറ ഇപ്പോൾ കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും പറയുന്ന ഒരു മരുന്നായ കാരണം അത് ഉപയോഗിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ മഴക്കാലത്ത് ഇതിൻ്റെ ഉപയോഗം അത്ര നല്ലതല്ല. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതുകൊണ്ട് തല കഴുകുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. ഇതുകൊണ്ട് ഒരിക്കലും കോൾഡ് വരികയില്ല. അതുപോലെ തന്നെ ശ്വാസമുട്ട്, അലർജി മുതലായവ ഉള്ളവർക്കും ഈ ഒരു പ്രയോഗം നല്ലതാണ്. അത് നമ്മൾ ആയുർവേദത്തിൻ്റെ മെത്തേഡിൽ ക്ലാസിക്കൽ ടെക്സ്റ്റൈലിൽ പറഞ്ഞിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. അതെല്ലാവർക്കും സമ്മതമാകുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുകയാണ്. എന്ന് വെച്ചാൽ ഉള്ളി എടുത്തിട്ട് ഗോമൂത്രം തളിച്ചിട്ട് വെക്കും, എന്നിട്ട് അത് മുളക്കും. ഈ മുളച്ച സാധനം നന്നായി അരച്ച് ചേർത്തിട്ട് തലയിൽ തേക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് മുടി വളരാനുള്ള നല്ലൊരു മെത്തേഡാണ്. ആർക്കും വേണമെങ്കിലും ചെയ്ത് നോക്കാം. നല്ല മെത്തേഡാണത്. അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു 7 days ചെയ്യാം. എന്നിട്ട് പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 7 days, അങ്ങനെ കുറച്ച് കാലം ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. നല്ല മെത്തേഡാണത്. പിന്നെ ഇതുകൂടാതെ തലയിൽ ധാര, പലതരം ധാരകളുണ്ട് ആയുർവേദത്തിൽ. ഈ ധാരകൾ ഇതുപോലെ തലപ്പൊതിച്ചിലുകൾ ഇതെല്ലാം ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് മുടി സംരക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് മുടി കൊഴിയാതിരിക്കാൻ സഹായകമാകും. അത് മാത്രമല്ല, ഇതിനൊരു അഡീഷണൽ എഫക്റ്റ് കൂടെയുണ്ട്. നമ്മൾ ഈ തലപ്പൊതിച്ചിൽ ചെയ്യുന്നത് വഴി മുഖത്തെ സ്കിന്നും അതുപോലെ പേശികൾക്കൊക്കെ ഇതിലൂടെ കിട്ടുന്ന
മെഡിസിൻ്റെ എഫക്റ്റ് കാരണം ചുളിവുകൾ കുറയുകയും അതുപോലെ കൊളാജൻ മീൻസ് നമ്മളത് അനുഭവത്തിൽ കാണുന്നതാണ് പല പേഷ്യൻസിനും ചെയ്യുമ്പോൾ മുഖത്തെ പ്രായത്തിൻ്റെ വരകളൊക്കെ കുറയ്ക്കുകയും കൊളാജൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അത് നമ്മൾ അനുഭവത്തിൽ നിന്നുള്ള ഇതൊരു സ്റ്റഡി ആയിട്ട് കണ്ടിട്ടില്ല. മിക്കവാറും ഞാൻ എപ്പോഴും പറയുമ്പോൾ സ്റ്റഡീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റഡി കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ തലപ്പൊതിച്ചിൽ വഴി മുഖത്തിൻ്റെ ചുളിവുകൾ കുറയുകയും പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ ഇതായിട്ട് കണ്ടിട്ടുള്ള ദഹന പ്രക്രിയയ്ക്ക് പോലും ഈ തലപ്പൊതിച്ചിൽ എന്ന ചികിത്സ വളരെ എഫക്റ്റീവാണ്. തലപ്പൊതിച്ചിൽ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പലതരത്തിലുള്ള മരുന്നുകൾ പലതരത്തിൽ പ്രോസസ്സ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ മോരിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം കഷായങ്ങളിലായിരിക്കാം. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തലയിൽ പൊതിഞ്ഞ് മുടിയടക്കം പൊതിഞ്ഞ് വെച്ച് 1 അവർ മുതൽ 3 അവർ വരെയൊക്കെ വെക്കുന്ന രീതിയാണ് ഈ തലപ്പൊതിച്ചിൽ. അത് കഴിഞ്ഞ് കഴുകിക്കളയും. കഴിയുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അത്. പക്ഷേ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ മുടിക്കായ അതുപോലെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ട് അതിനുള്ളവർക്ക് ഉള്ള ഒരു പ്രതിവിധിയാണ് കുറച്ച് നെല്ല് കൊണ്ടുവന്നിട്ട് നെല്ല് പുഴുങ്ങിയിട്ട് അതിൻ്റെ ആവി മുടിയിൽ ഏൽപ്പിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആ മരുന്നുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പതിമുഖം ചന്ദനം ചേർത്തിട്ട് പിന്നെ ആവി കൊള്ളിക്കും. അത് മുടിക്ക് നല്ല സ്മെല്ലുണ്ടാവാനും എല്ലാം സഹായിക്കുന്നതാണ്. പതിമുഖം ചന്ദനം പോലെയുള്ള വേറൊരു കോമ്പിനേഷനാണ് മുല്ലപ്പൂവ്, ചെമ്പകം, പിന്നെ അതുപോലെ വിത്താനിയ എന്ന് പറയുന്ന വെറ്റിവീറ എന്ന് പറയുമ്പോൾ എൻ്റെ സാൻസ്ക്രിറ്റ് നെയിമാണ് കിട്ടുന്നത്. ഒരു പ്ലാന്റാണ്, ഒരു ചെടിയാണ്. ആ ചെടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെറുതെ നമ്മൾ കത്തിക്കും. ചിരട്ടക്കനലിലിട്ട് കത്തിച്ചതിന് ശേഷം മുടിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അത് മണം തങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ അടഞ്ഞെടുക്കുന്ന രോമകൂപങ്ങളൊക്കെ തുറന്ന് പിന്നെ മുടിക്ക് അഴകും പിന്നെ വളർച്ചയും കൂട്ടുകയും ചെയ്യും. പിന്നെ മറ്റു ചികിത്സകളെന്ന് പറയുമ്പോഴും അതിൽ പ്രധാനപ്പെട്ടത് നസ്യമാണ്. മഴക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ചികിത്സയാണ്. മുടിയുടെ അഴകിനും മുഖസൗന്ദര്യത്തിനും ഉതകുന്ന തരത്തിലുള്ള പലതരം നസ്യങ്ങളുണ്ട്. ഈ നസ്യങ്ങൾ ഇതെല്ലാം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൽ മാത്രമേ പറ്റുള്ളൂ. നസ്യം ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ വീട്ടിൽ ചെയ്യാവുന്നൊരു നസ്യമുള്ളത് അണുതൈലാണ്. അണുതൈലം നസ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തലവേദന പോലുള്ള രോഗങ്ങൾക്കും പറ്റും, ഒരു പരിധിവരെ മുടിക്കും നല്ലതാണ്. പിന്നെ ഭക്ഷണത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ചെറുപയർ മുളപ്പിച്ചതാണ്. മഴക്കാലത്ത് മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, മുടി നന്നായി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ വെണ്ടയ്ക്ക കുറച്ചധികം കൊണ്ടുവന്ന് വേവിച്ചിട്ട് രാത്രിയിലെ ഭക്ഷണമായിട്ട് അത് കഴിക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുമ്പോൾ അരി കൂടുതൽ അബ്സോർബ് ചെയ്യും, വെണ്ടയ്ക്കയുടെ അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. ഇതും മഴക്കാലത്ത് മുടിയുടെ സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്നതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.